ബോംബുണ്ടാക്കിയത് CPM, ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചത് CPM-കാരൻ, പരിക്കേറ്റത് CPM-കാരൻ, ആശുപത്രിയിൽ കൊണ്ടുപോയത് CPM-കാര്, മരിച്ചവരുടെ ശവസംസ്കാരത്തിന് പോയത് CPM നേതാക്കൾ. പിന്നെ ഇതിന്ന് എങ്ങനെയാണ് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നത്? തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പറയാൻ ഞങ്ങൾക്കൊരു ബന്ധമില്ല. 2015 ഇപ്പൊ നടന്ന സംഭവത്തിന്റെ ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് ചെറ്റക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത്, ഈസ്റ്റ് ചെറ്റക്കണ്ടിയിൽ കൊയിലൂരിൽ ഇതുപോലെ ബോംബ് പൊട്ടിത്തെറിച്ച് 2 പേരും മരിച്ചു. അന്ന് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ്. അന്ന് അദ്ദേഹം പറഞ്ഞില്ല, ഇത് പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു, ഒരു ബന്ധം ഇവർക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ തൃശൂരിൽ CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടത്തിയപ്പോ 577 രക്തസാക്ഷികളുടെ പടം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ 2015 ബോംബുണ്ടാക്കുന്നതിന്റെ ഇടയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ച ഈ 2 പേരുടെ കൂടി പടം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് UDF-കാരെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ബോംബാണോ എന്ന് മാത്രമേ ഇനി ഈ കാര്യത്തിൽ അറിയാനുള്ളൂ. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ ഇരുന്നുകൊണ്ട് ഇതുപോലത്തെ വൃത്തികേടുകളെ, തോന്നിവാസങ്ങളെ, അക്രമവാസനകളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും അതിന് കൊടപിടിച്ചു കൊടുക്കുകയും അതിന് തണലുണ്ടാക്കി കൊടുക്കുകയാണ്. നാട്ടിലെ ക്രിമിനലുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി.